നിതിൻ രാജ് ജീവൻ ഒടുക്കിയതിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. അധ്യാപകൻ ഡോക്ടർ MK റാം നിതിൻ രാജിനെ പതിവായി അധിക്ഷേപിക്കാറുണ്ടെന്ന് സഹപാഠി ആർച്ചയും സീനിയർ വിദ്യാർത്ഥി കീർത്തിയും 24-നോട് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട്, പക്ഷെ നമ്മളായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാവരും ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ ഇരിക്കും, നമുക്കൊന്നും ചിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് ക്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം കുടിക്കുമ്പോഴിങ്ങനെ നോക്കും. ക്ലാസ്സിൽ എപ്പോഴും നമുക്ക് അറ്റൻറ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുനിയുമ്പം ഉറങ്ങുവാണല്ലേ, ഗെറ്റ് ഔട്ട് പറഞ്ഞ് 3 മാസം അറ്റൻഡൻസ് കളയുക. നിതിനെ കൂടുതലായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട്. നിതിനെ ലാസ്റ്റ് വീക്ക് തന്നെ നല്ല രീതിക്കാണ് ഹറാസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഓഫീസിൽ വെച്ചിട്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി മെഡിക്കൽ കോളേജിലേക്ക് പോയി 5th ഫ്ലോറിൽ നിന്ന് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് എന്താണ് പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ ആ മീറ്റിങ്ങിൽ നടന്ന എന്താണ് സംഭവം എന്ന് അറിയണം. അത് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. സമരം നടന്ന വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാൻ ക്യാമറാമാനെ ഉൾപ്പെടെയുള്ളവരെ കോളേജ് മാനേജ്മെന്റ് നിയോഗിച്ചതിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത്. റിനു സീതർക്കുണ്ട്. ആദ്യം അജീഷ്. അജീഷ്, ഏത് ലോൺ ആപ്പിനെ പറ്റിയാണ്, എന്ത് സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റിയാണ്? 15,000 രൂപ അല്ലെങ്കിൽ 10,000-ന് മുകളിൽ ലോൺ എടുത്താണോ ഈ മാരകമായ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്? എന്നാൽ 15,000 രൂപ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു ചെറുപ്പക്കാരൻ പോയി ആത്മഹത്യ എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ആർച്ചി അടക്കം കീർത്തി അടക്കം ഈ ദിവസങ്ങളിൽ ആ കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അങ്ങേയറ്റത്തെ അഹിംസയുടെയും അങ്ങേയറ്റത്തെയും കിരാതപ്പണിയുടെയും എത്ര വെളിപ്പെടുത്തൽ വരികയാണ്. അപ്പോൾ അതൊന്നും കാണുന്നില്ല. ലോൺ ആപ്പിലെ കൊണ്ട് കെട്ടുകയാണോ അന്വേഷണത്തെ, അജീഷ്? നിലവിൽ പല കാരണങ്ങളുണ്ട് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതായത് ഈ ആത്മഹത്യ നടന്ന ദിവസം അതിന് മുൻപുള്ള ദിവസങ്ങളിലൊക്കെയുള്ള ഒരു ടൈം ലൈന് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതിൽ ഈ ഏപ്രിൽ 9-ാം തീയതി നിതിൻ്റെ ഫോണിലേക്ക് 98 മെസ്സേജുകളും ഈ ഫോൺ കോളുകളും വന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ ഈ ടീച്ചറിൻ്റെ ലത എന്ന് പറയുന്ന ടീച്ചറിൻ്റെ മൊബൈൽ ഫോണിലേക്കും നിരന്തരമായി ഈ ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി സന്ദേശങ്ങളും കോളുകളും വന്നുകൊണ്ടേയിരുന്നു. ഇത് ടീച്ചറിന് വലിയ രീതിയിലൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. ടീച്ചർ പിന്നീട് ഗതികെട്ടിട്ടാണ് പ്രിൻസിപ്പലിന് പരാതി നൽകിയത് എന്ന് പറയുന്നു. ഈ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആത്മഹത്യ നടന്ന ദിവസം ഇതിനെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ആ ഓഫീസിനകത്ത് ഈ പ്രിൻസിപ്പലിനെ കൂടാതെ മറ്റൊരു അധ്യാപകൻ കൂടി ഉണ്ടായിരുന്നു. ഡോക്ടർ റാം ആ മുറിക്കകത്ത് ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനകത്ത് ചില കൂടിക്കാഴ്ചകൾ നടന്നതിന് ശേഷം ഈ ലോൺ ആപ്പുകാരെ ഈ അവിടെ വെച്ച് ടീച്ചറിന്റെ സാന്നിധ്യത്തിൽ തന്നെ വിളിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഇനി ടീച്ചറിനെ വിളിക്കരുതെന്നും ഈ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ലോൺ ആപ്പുകാർ തയ്യാറായില്ല. പണം തിരികെ കിട്ടുന്നവരെ വിളിക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിലപാട്. അതിനുശേഷമാണ് ഈ കരഞ്ഞുകൊണ്ട് ഈ ഓഫീസിന് പുറത്തേക്ക് പോകുന്ന നിതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് എക്സാക്റ്റായിട്ട് കൃത്യമായിട്ട് നടന്നു എന്നുള്ളത് ആ പ്രിൻസിപ്പലിനടക്കമുള്ളവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. അതിനകത്ത് ഈ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നടന്നു എന്ന് വ്യക്തമാണ്. ആ ദിവസത്തെ കാര്യമാണല്ലോ. ഇപ്പോൾ ലോൺ ആപ്പിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോൺ ആപ്പുകാരുടെ രീതി എങ്ങനെയാണെന്ന് നമ്മുടെ ഫോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്കും ഫോണിന്റെ ഗാലറി അടക്കം സകലതും എടുക്കുമെന്നും ഈ പറഞ്ഞ പണം ഒരടവെങ്കിലും മുടങ്ങിയാൽ അങ്ങേയറ്റം എന്താണ് ഈ പറയുന്ന ക്രൂരമായ പണികൾ അവർ ചെയ്യുമെന്നും നമുക്ക് പുതിയ അനുഭവമല്ല, ഉണ്ടായിട്ടുണ്ടാവും. ഇത് ആകെ എത്ര രൂപയാണ്? ആകെ 15,000 രൂപയാണ് മൊത്തത്തിലുള്ളത്. അത് കോളേജ് വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതാണ്, വീട്ടിൽ പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയാവുന്നതാണ്, കൂട്ടുകാർ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയും. ഇതല്ലല്ലോ. അതിനു മുമ്പ് ഡേ ബൈ ഡേ ഓരോ ദിവസം എന്നോണം ഈ നിതിനെ ടാർഗറ്റ് ചെയ്ത് റാം അടക്കമുള്ളവർ ചെയ്ത ഉപദ്രവങ്ങളെ പറ്റി അവരുടെ കൂടെ പഠിച്ചവർ പറയുകയല്ലേ? അല്ലെങ്കിൽ കൂടെ പഠിച്ചവർക്ക് നേരിടേണ്ടി വന്ന അങ്ങേയറ്റത്തെ വൃത്തികെട്ട വിളികളെ പറ്റി കൂടെ പഠിച്ചവർ പറയുകയല്ലേ? അതൊന്നും കാണാതെ ആപ്പിലോട്ട് കൊണ്ട് ചുരുക്കുന്നത് എന്തിനാണ്, അജീഷ്? അല്ല, ഇത് പെട്ടെന്നുള്ള ഒരു പ്രകോപനം, അതായത് പെട്ടെന്ന് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുള്ള മാനസിക പീഡനമൊക്കെ ഈ നിതിൻ നേരിട്ടിരുന്നു എന്ന് സഹപാഠികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഈ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാണ്. മാത്രമല്ല മറ്റ് വിദ്യാർത്ഥികൾക്കും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാസങ്ങൾ റാമിന്റെ ഈ മാനസിക പീഡനം ഈ അടുത്ത ദിവസങ്ങളിലാണ്, അത് മാസങ്ങളായിട്ട് ഈ നിതിനെതിരെ തുടരുന്നൊരു സംഭവമാണ്. ഈ അടുത്ത സമയത്ത് ഈ വിഷയം കൂടി പുറത്ത് വന്ന ആ സാഹചര്യത്തിൽ അത് കൂടുതൽ ശക്തമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആത്മഹത്യ ചെയ്ത ദിവസം രാവിലെ പോലും ഈ റാം എന്ന് പറയുന്ന അധ്യാപകനും ഈ നിതിനുമായി ക്ലാസ്സിനകത്ത് വെച്ച് ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് പോകുന്നത് മറ്റും. എന്തായാലും ഈ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ മാനസിക പീഡനവും ഈ ആത്മഹത്യയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് ഈ മെഡിക്കൽ കോളേജിന്റെ 5-ാം നിലയിലേക്ക് പോയി ചാടാനായിട്ട് പെട്ടെന്ന് പ്രകോപിച്ചത് ഈ ആപ്പുമായി ബന്ധപ്പെട്ട ഫോൺ സന്ദേശവും തന്റെ ഫേവറേറ്റ് ടീച്ചറിന്റെ മാനസിക പ്രശ്നം ഉണ്ടാക്കിയതും അവർ പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നുവെന്ന തീരുമാനവുമാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് നിലവിൽ എത്തിയിട്ടുള്ളത്. ഈ ആപ്പിന്റെ ഭീഷണിയും ഒരു കാരണമാണ് എന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ.
അതിനിടയിൽ CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ വിളിച്ചൊരു രക്ഷകർത്താവ് പറഞ്ഞത്, അജീഷ്, മെയ് 13-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ആ ക്ലാസ് മുറിയിൽ വെച്ച് ഈ പറയുന്ന കാപ്പഞ്ചായത്ത് മോഡലിൽ ഈ നിതിനെ അങ്ങേയറ്റത്തെ അധിക്ഷേപങ്ങളൊന്നും ഉണ്ടായി. അന്ന് ആ ക്ലാസ്സിലെ കുട്ടികൾ പലരും ഫോണിൽ ആ ഓഡിയോ അടക്കം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ക്ലാസ്സിൽ CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ കോളേജിൽ തന്നെ എടുക്കാനാണെങ്കിൽ ഒരുപാട് ആപ്പിലോട്ട് മാത്രം കണ്ണുപോകാതെ മൊത്തത്തിൽ വിശാലമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറാണെങ്കിൽ കോളേജിൽ മാത്രം എടുക്കാൻ ഒരുപിടി CCTV ദൃശ്യങ്ങളുണ്ട്. അതൊക്കെ ഇതിനോടകം പോലീസ് ശേഖരിച്ചോ അതോ നശിപ്പിക്കപ്പെട്ടോ അജീഷ്? ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു CCTV കിട്ടിയിട്ടുള്ളത് പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഓഫീസ് മുറിയുടെ മുന്നിൽ നിന്നുള്ള CCTV ദൃശ്യമാണ്. അതായത് ഈ ആത്മഹത്യ നടന്ന ദിവസത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് ഈ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുൻപുള്ള CCTV ദൃശ്യങ്ങളാണ്. നിർണായകമായിട്ടുള്ള CCTV ദൃശ്യമാണ്. കാരണം സഹപാഠികൾ തന്നെയാണ് പറഞ്ഞത്, അന്ന് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ഈ നിതിനും ഈ പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകരും ഇതിനകത്തുണ്ടായിരുന്നു എന്ന് സഹപാഠികളാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ മൊബൈൽ ഫോൺ അവിടെ പ്രിൻസിപ്പൽ പിടിച്ചു വെച്ചു എന്ന് പറയുന്നതിന് ശേഷമാണ് തൊട്ടപ്പുറത്തെ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ പോയി ആത്മഹത്യ ചെയ്യുന്നു. ഈ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിതിൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആ കോറിഡോർ വഴി നടന്നു പോകുന്ന നേരെ നമ്മൾ ഈ ഡെന്റൽ കോളേജിന്റെ മുന്നിൽ നിന്ന് നേരെ നടന്നു പോകുന്നത് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കാണ്. അവിടെ നിന്ന് ഒരു 50 മീറ്റർ ആ കോറിഡോറിൽ നടന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാതെ നേരെ പുറത്തേക്ക് വന്ന് ഈ അപ്പുറത്തെ കെട്ടിടത്തിൽ കയറി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന മൊഴികളുടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിതിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുന്നതിന് ദൃക്സാക്ഷികളുമുണ്ട്. ആ ദൃക്സാക്ഷികളുടെ മൊഴികളും ഇന്നലെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ തെളിവുകൾ, ഈ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ കിട്ടണമെങ്കിൽ ഇനി കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തണം. സഹപാഠികളുടെയും അധ്യാപകരുടെയും മറ്റ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. ക്ലാസ് മുറിയിൽ CCTV ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. എന്തായാലും അങ്ങനെയാണെങ്കിൽ പോലും ആ CCTV ദൃശ്യങ്ങളും ശേഖരിക്കേണ്ടതുണ്ട്. അവരുടെ സഹപാഠികളുടെ മൊഴികൾ എടുക്കേണ്ടതുണ്ട്. കൂടെ എന്തായാലും അതിന് എന്ന് ശേഖരിക്കാനാണെന്ന് ആരും അറിയില്ല. ശേഖരിക്കാൻ പോകുമ്പോഴേക്കും ആ CCTV അവിടെ ഉണ്ടോ എന്ന കാര്യവും അറിയില്ല. നമ്മൾ ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ കുട്ടികൾ നേർക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കേരളത്തിലാണോ ഈ പറയുന്ന ക്രൂരതയുടെ കൊലക്കളം മട്ടിൽ ഒരു കോട്ട കെട്ടി വെച്ചിരിക്കുന്ന സംശയം ഉണ്ടാകുന്ന മെസ്സേജുകൾ ഇപ്പോൾ വന്ന ഒരു മെസ്സേജ് വായിക്കാവേ. ഫ്രം ദ ഡേ വി HOD ഡോക്ടർ റാമിനെ പറ്റിയാണ്. ഫ്രം ദ ഡേ വി സ്റ്റാർട്ടഡ് ദ ക്ലാസ് ഹി ഹാസ് ബീൻ കണ്ടിന്യൂയിങ് ടു ഹറാസ് എവറി സിംഗിൾ സ്റ്റുഡന്റ് ഹു ഹാസ് ഫേസ്ഡ് ഹിം. ടോക്കിംഗ് അബൌട്ട് മൈ ഇഷ്യൂസ്, വൺസ് ഹി മേഡ് എ ഗേൾ ഹിറ്റ് മീ വിത്ത് ഹെർ സാൻഡൽസ് and forced her to hit me and she couldn't do it, so he made her insult me in front of the class. എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് ചെരിപ്പൂരി അടിക്കാൻ പ്രേരിപ്പിക്കുകയും ആ പെൺകുട്ടി ചെരിപ്പൂരി അടിക്കുകയും ചെയ്ത കാര്യം പറയുകയാണ്. അങ്ങനെ ഈ ദിവസങ്ങൾ നമ്മുടെ ഫോണിലേക്ക് അവിടെ പഠിച്ചിരുന്ന കുട്ടികളുടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെയും ഹതാശമായ എത്രയെത്ര മെസ്സേജുകൾ വരുന്നത് അറിയാം. അപ്പോൾ മൊത്തം പോലീസ് ആപ്പിലെ 15,000 രൂപയിലോട്ടാണ് ആണെങ്കിൽ നേരത്തെ അവർ കുടുംബം ആരോപിക്കുന്നുണ്ട് ഇത് ലോണാപ്പിന്റെ തലയിൽ കെട്ടിവെച്ച് ആരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള നീക്കമുണ്ട് എന്നുള്ള ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ വഴിക്കാണോ കാര്യങ്ങൾ പോകുന്നത്, അതോ നിതിനെ ക്രൂരമായി മാനസികമായി അധിക്ഷേപിച്ചവർക്കുള്ള ശിക്ഷ കൂടി ഇതിലുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതാണ്. ദൗർഭാഗ്യവശാൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം നോക്കുമ്പോൾ ആ വഴിക്ക് അന്വേഷണം പോകുന്നു എന്ന് പറയാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.